കഴുത്ത് മുറുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സാധനം എങ്ങോട്ടും കിടക്കില്ല. അവിടെ നിന്നുള്ള ഈ സാധനം ഇങ്ങോട്ട് വരില്ല, ഇവിടെ നിന്നുള്ള സാധനം അങ്ങോട്ട് പോകില്ല. ഇത് അടുപ്പിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതേ ഇത്ര ഇതുണ്ട്. ഇതെല്ലാത്തിനകത്ത് ഇതേ വലുപ്പത്തിലായിരിക്കും ഉണ്ടാവും. ഇതേ കാണുന്നത് ഇതിൽ വന്ന് കുടുങ്ങും മുയൽ. ഇതിങ്ങനെയാണ് കുടുങ്ങി നിൽക്കും. ഇത് ഇങ്ങനെ ഇത്ര വളരെ ഇതിലേക്ക് ഇങ്ങോട്ട് വരും. കാല് ചിലപ്പോൾ കുടുങ്ങി നിൽക്കുന്നതും കാണാം. ചിലപ്പോൾ 8-10 ചിലപ്പോൾ കുടുങ്ങും ചില സമയത്ത്. മിജാല് കൂട്. മിജാല് എന്ന് പറഞ്ഞാൽ മുയൽ. അപ്പോൾ മുയലിനെ പിടിക്കാൻ പറ്റിയ കെണി അത് ഇങ്ങനെ അറ്റം വരെ ഉണ്ടാവും. ഈ പാങ്ങളിലുള്ള മുയൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടെ നിന്നുള്ള മുയൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. മുയലാണെങ്കിലും കോഴിയാണെങ്കിലും. അതായത് ഇവര് കുറുമ്പരെന്ന് പറഞ്ഞാൽ ഇവർ അപ്രവാനി വടുകാസായിട്ട് ബന്ധമുണ്ട്. മുടുകയ്ക്കും കുറുമ്പാസിനുണ്ട്. കുറുമ്പാസ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഈ പാത്തേക്ക് പോവുള്ളൂ. നീലഗിരി പാങ്ങളിലേക്ക്, അപ്രവാനി പാങ്ങളിലേക്ക് പോകും. അതായത് ഒരു വർഷത്തിൽ ഒരിക്കലും പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത്രയും കിലോമീറ്റർ നടക്കുന്നത് കൊണ്ട് എപ്പോഴും നടക്കാൻ പറ്റില്ലല്ലോ, മാത്രമേ കാശില്ലല്ലോ. അപ്പോൾ ഈ കോഴിയായിട്ടാണ് ഇവർ പോകുന്നത്. വടകാശ് ആ പാങ്ങളിലുള്ളവർ കൊണ്ട് കൊടുത്തിട്ട് മുണ്ടും ഷർട്ടൊക്കെ വാങ്ങിച്ച് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഷർട്ടിലെ പഴയതുപോലെ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരാളെ ഇടവഴിക്ക് വെച്ചിട്ട് തല്ലിക്കൊല്ലും. കുറുമ്പരിൽ ഒരാളെ തല്ലി കൊന്നിട്ടാണ് പോരുക. അത് വർഷത്തിലൊരിക്കലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ കുറുമ്പർ എന്നുള്ളൊരു പേര് അവർക്ക് അത് ഉള്ളത്. അല്ലാതെ കുറുമ്പെന്ന് പറയുന്ന ഒരു ജാതിയല്ല. പക്ഷെ അത് ഇന്നിപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ അതൊരു ജാതിയാക്കി വേർതിരിച്ചിട്ടുണ്ടെന്നല്ലാതെ ജാതി അവരുടെ ഇല്ല. പിന്നെ ഇതേ കുറുമ്പാസും വടകാസുമായിട്ടുള്ള ബന്ധം ഇന്നും ഉണ്ട്. അത് മുടുകാസിനും ഉണ്ട് ആ ബന്ധം. പിന്നെ ഏതെടുക്കേണ്ടത് ാണ് ഈ അടിച്ച് കൊന്നിട്ട് വരുന്നത്. 5-8 ആളുകൾ പോവും. ആരെയാണ് കൊല്ലുക എന്നുള്ളത് മുൻകൂട്ടി ഒരു 5-6 ആളുകൾക്ക് ഒരു ഇതുണ്ടാവും, അറിയാം ഇന്നയാളെ കൊല്ലണം എന്നുള്ള ഇതിൽ. തിരിച്ചു വരുമ്പോൾ ഒരാളെ കൊന്നിട്ട് പോകും. ഏകദേശം ഒരു 1000 വർഷത്തിൻ്റെ ഇടയിലായിട്ട് വരും ഈ ഒരു സംഭവം. ഇടവരെ ഈ തല്ലുകൊല്ലുന്ന സംഭവം അവർക്കുണ്ടായിരുന്നു. അത് തൊട്ടടുത്തുള്ള വേറൊരു ഊരുകാരായിട്ട് ഇതൊന്നും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പക്ഷെ ആഴത്തിൽ ചോദിച്ചെങ്കിലും പറഞ്ഞു തരുള്ളൂ. എല്ലാവർക്കും പറയണമെന്നില്ല. എല്ലാവരും ഇപ്പോൾ ചെറുപ്പക്കാരാണല്ലോ. ഇപ്പോൾ ആരുടെ ഇടയിലാണ് ഇത് ഉണ്ടാവുക എന്നുള്ള പറ്റി ഒരു പക്ഷേ ഞാനൊക്കെ വന്നാൽ അവർ ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും. എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ഊരുകാർക്ക് ഇങ്ങനെയുള്ളൊരു സങ്കല്പനം ഉണ്ടായിരുന്നു എന്നുള്ള പറ്റി. കാരണം ഞാൻ ഇത്തരം പഴയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും പലരിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി എനിക്ക് കിട്ടി. കുറുമ്പ് മുടുക മാത്രം ഏകദേശം ഒരു 10-15 ഊര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അട്ടപ്പാടിയിൽ. ആ ഒരു 15 ഊര് കൂടുതലുണ്ടായിരുന്നില്ല. ഈ 15 ഊരുണ്ടായിരുന്ന കാലത്ത്, മുടുകാസിലെ 15 ഊരുണ്ടായിരുന്ന കാലത്ത് ആണ് തമിഴ്നാട്ടിൽ നിന്ന് മൂപ്പനെന്ന് പറയും. കോയമ്പത്തൂർ തന്നെ അതൊരു ഊരായിരുന്നു. മൂപ്പിൻ്റെ ഊരായിരുന്നു കോയമ്പത്തൂർ. അപ്പോൾ ആ മൂപ്പിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് ഇങ്ങോട്ട് 18-ാം നൂറ്റാണ്ട് കാലത്ത് കണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ആ കാലത്തെന്നാണ് പറയുന്നത്. അവർ ആ യുദ്ധം നടന്നപ്പോൾ ജീവിക്കാൻ നിവൃത്തില്ലാതെ കാട് കയറി വന്നപ്പോൾ ഇതുപോലെയുള്ള അവരെ പോലുള്ള ഒരു ഏകദേശം ഒരു ആദിവാസികളെ കണ്ടെത്തിയപ്പോൾ അവർ ഇവിടെ തന്നെ കൂടി വീടും വെച്ച് താമസം തുടങ്ങി.
ഒന്ന് രണ്ടാളുകൾ അങ്ങനെ നിരന്തരമായിട്ട് അവരുടെ ഇടയിൽ കുടിയേറ്റം തുടക്കം കുറിച്ച്. പക്ഷെ അപ്പോൾ ഇവർക്ക് എന്താണെന്നെ പറ്റി മുടുകാസിനും കുറുമ്പാസിനും അറിയില്ല, ഈ കുടിയേറ്റം എന്താണെന്നെ പറ്റി അറിയില്ല. അപ്പോൾ ഈ വരുന്നതനുസരിച്ച് മുടുകാസിയുടെ ഭൂമി കംപ്ലീറ്റ് ഇർലാസ് കട്ടെടുത്തു. അപ്പോൾ എന്നാലും വീണ്ടും കാട് വെട്ടി തെളിയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന്. ആ കാലഘട്ടത്താണ് മൂപ്പിൽ നായർ രാജാക്കന്മാരുടെ കൊച്ചി രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു രാജാക്കന്മാർ വരുന്നത്. ഈ രാജാക്കന്മാരുടെ കീഴിലാണ് സാഹിബ്മാർ വരുന്നത് അട്ടപ്പാടിയിലേക്ക്. അത് ഈ പാലക്കാട് കോട്ട മൈതാന പണിക്ക് വേണ്ടി കുറച്ച് ആദിവാസികൾ ഇവിടുന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, മണ്ണാർക്കാട് ഭാഗത്തേക്ക്. അവരിന്നും ആ ഭാഗത്ത് ജീവിക്കുന്നുണ്ട്. അല്ലനല്ലൂർ ഭാഗത്തുണ്ട്, ഇവിടെ കോമരംപത്തൂരുണ്ട് മണ്ണാർക്കാട്, പിന്നെ കല്ലടിക്കോട് ഭാഗത്ത് മുടുകാസുണ്ട്, കുറുമ്പാസും. അങ്ങനെ അടിമത്തപ്പണിക്ക് വേണ്ടി ഇവർ അങ്ങോട്ട് കൊണ്ടുപോയി. ഇന്നിപ്പോൾ അന്ന് കൊണ്ടുപോയത് ആദിവാസികളാണെങ്കിൽ ഇന്നിപ്പോൾ അവർ ആദിവാസികളെന്ന് പറയാനില്ല, എസികളായിട്ട് മാറിപ്പോയിരിക്കുകയാണ്. എങ്കിൽ ഭാഷാപരമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം അല്ലനൂർ ഭാഗത്തുള്ളവരും കല്ലടിക്കോട് ഭാഗത്തുള്ളവർ ഏകദേശം മുടുകാസ് ഭാഷയിലും കുറുമ്പാസ് ഭാഷയിലും പറയുന്നവരുണ്ട്. ഏകദേശം ഡേറ്റൊക്കെ അറിയാമായിരുന്നു. മൂപ്പിൽ നായരിന് എത്ര എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് ഉണ്ടായിരുന്നുള്ള പറ്റിയിട്ട്. അന്ന് ഈ മദ്രാസ് കോടതിയുടെ പരിധിയിലായിരുന്നു അത്ര അട്ടപ്പാടി. അപ്പം അന്ന് ഈ സായിപ്പ്മാരെന്ത് ചെയ്തു, ഈ മണ്ണാർക്കാട് ചുരം കയറിയിട്ട് ആടും മാടും മേയിച്ചുകൊണ്ടിരുന്നതാണ് ചുരത്തിൽ കൂടെ. അത് റോഡില്ലായിരുന്നു, നടവഴി പോലെ ആയിട്ടില്ല. ആടും മാടും നടക്കുന്ന വഴി കൂടെ തന്നെ ആദിവാസി റോഡ് കാണിച്ചു കൊടുത്താണ് മണ്ണാർക്കാട് ചുരം. അങ്ങനെയാണ് റോഡാക്കി മാറ്റിയത്. അങ്ങനെ കുതിരയായിട്ട് സായിപ്പിന് വരികയും ചെയ്യാം. അങ്ങനെ കുതിരയായിട്ട് വന്ന് ഇങ്ങനെ കുറുമ്പാസ് വഴി കൂടെ ടച്ച് ചെയ്ത് നിലമ്പൂരിലേക്ക് ഒരു വഴിയുണ്ട്. അവിടെ സുൽത്താൻ കോട്ടയുടെ മൈസൂർ കോട്ട അവിടേക്ക് ഉള്ള സഞ്ചാരം ഉണ്ടായിരുന്നു സായിപ്പ്മാർക്ക്. അന്നത്തെ കാലത്ത് ഇവിടെ ഒരു രോഗം പടർന്നു വീണു മുടുകാസിയുടെ ഇടയിൽ. മൈസൂരി രോഗം എന്ന് മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദിവാസികളുടെ ഇടയിൽ ചൂടുപനി എന്ന് പറയും, കൊമഴിച്ച് വരുന്ന ഒരു രോഗം. ഈ രോഗം പടർന്നു പിടിച്ചപ്പോഴത്തേക്കും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട് ആദിവാസികൾ. അപ്പോൾ കുഴിച്ചിടാൻ ആളുകളില്ലാതെ വന്നു ലാസ്റ്റ്. അപ്പോൾ കുറേ എണ്ണത്തിന് ഈ ആദിവാസികൾ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് മാന്തിരിക്കുന്ന കുഴിമടയിൽ തന്നെ 8-10 ആളുകളെ ആ കുഴിക്കകത്തിട്ടു. കാരണം കുഴിച്ചിടാൻ ആളുകളില്ലല്ലോ. അപ്പം അങ്ങനെ 8-10 ആളുകൾ ഒരു കുഴിക്കകത്തിട്ട് വിട്ടില്ലെന്ന തരത്തിലേക്കൊക്കെ ആക്കി തീർത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ അട്ടപ്പാടി തന്നെ. അതെനിക്ക് തോന്നുന്നു അട്ടപ്പാടിയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഭൂമിയെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നോ എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു പോരുകയാണ്. കാരണം അത് ചില രാജാക്കന്മാരുടെ ഇല്ലെങ്കിൽ സായിപ്പ്മാരുടെ ആരുടെ ഒരു തന്ത്രമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ കാരണന്മാരൊക്കെ ആ രീതിയിലാണ് കണക്കാക്കുന്നത്. പിന്നെ ജമ്മിമാർക്ക് ഇവിടെ എത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നുള്ള പറ്റി ഈ കാരണന്മാർക്കൊക്കെ അറിയാം. അവരായിരുന്നു സ്ഥലം അളന്നു കൊടുത്തത് അട്ടപ്പാടിയിൽ. അത് ഏതൊക്കെ സൈഡാണ്, എത്ര ഏക്കർ ഭൂമി ഉണ്ടെന്ന്, ഏത് വർഷമാണെന്നുള്ള പറ്റി അവർക്കറിയാം. അവരുടെ കയ്യിൽ രേഖ ഉണ്ടെന്നത്ര വലിയപ്പന്മാരങ്ങനെ പറയുന്നുണ്ട്. ഏകദേശം നാളത്തേക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് കൃത്യമായിട്ടേ കൊണ്ടുവന്ന് തരുവേ. അട്ടപ്പാടിയിൽ കൊച്ചി രാജാവ് ഇവിടെ വന്നപ്പോൾ ഈ രാജ്യം കംപ്ലീറ്റ് ആദിവാസികളുടെ മാത്രമായിരുന്നു. ആദിവാസികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലവും മറ്റാരും തന്നെ ഇല്ല. മൃഗങ്ങളും ആദിവാസികളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പെണ്ണ് കൊണ്ടുപോയി കൊച്ചി രാജാവ്. പെണ്ണ് കട്ടെടുത്തുകൊണ്ട് പോയി. ആ കട്ടെടുത്തുകൊണ്ട് പോയത് കൊണ്ടുള്ള ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വർഷവും മല്ലീശ്വരനിൽ വിളക്ക് കത്തിക്കുമ്പോൾ കൊച്ചി രാജാവിടെ അടുത്തേക്ക് പോയിട്ട് തിരി വാങ്ങിച്ചിട്ടാണ് വന്നിട്ട് വിളക്ക് കത്തിക്കുള്ളൂ. ആ ഒരു ഇത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ആരും അറിയുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ ഇന്നിപ്പോൾ പൂജിക്കുന്നത് ഞങ്ങൾ മലേനെയും വെള്ളത്തെയും അതുപോലെ മഞ്ഞിനെയും പ്രകൃതിക്കൊത്ത ദൈവാചാര അനുഷ്ഠാനങ്ങളാണ് ഞങ്ങളുടേത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ നിന്ന് എവിടുന്നോ കൊണ്ടുവന്ന കൃഷ്ണനെയും അതുപോലുള്ള വള്ളിയെയും ഒക്കെയാണ് ഇന്നിപ്പോൾ ആചരിക്കുന്നത്. ഇതാണ്